വളരെ കുറവാണ്. അതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങളും അവിടെ നിന്ന് അതുവഴി ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. 1825 റഷ്യയുടെ ഭരണാധികാരിയായിട്ട് നിക്കോളാസ് ഒന്നാമൻ അധികാരത്തിലെത്തി. അപ്പോൾ അദ്ദേഹം ഈ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ റഷ്യയിൽ ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. വ്യവസായ മേഖലയിലും ആരോഗ്യ മേഖലയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ മുന്നിൽ, അല്ലെങ്കിൽ അവരോടൊപ്പമെങ്കിലും റഷ്യ എത്തിച്ചേരണം എന്നതാണ് ഈ പ്രക്ഷോഭം അവരുടെ ആവശ്യം. അപ്പോൾ അവരിങ്ങനെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രക്ഷോഭം ശക്തമായപ്പോൾ നിക്കോളാസ് ഒന്നാമൻ ഇതിനെ ശക്തമായിട്ട് എതിർത്തു. ഇവരുടെ പോലീസിനെ പട്ടാളത്തിനെയും കൊണ്ട് അടിച്ചമർത്തി. അങ്ങനെ ഈ പ്രക്ഷോഭം നടത്തുന്നവരുടെ കൂട്ടത്തിലെ പ്രധാന നേതാവായ കോൺട്രേറ്റി റൈലിയേവിനെ ഇദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. അങ്ങനെ ഈ റൈലിയേവിനെ തൂക്കുമരത്തിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കറുത്ത മാസ്ക് ഒക്കെ ഇട്ടു, ചരടൊക്കെ ഈ കയറൊക്കെ എടുത്തിട്ട് കഴുത്തിൽ കുരുക്കി. അങ്ങനെ ആ ഗിയർ വലിച്ചു. ഇദ്ദേഹം തൂക്കുകയറിൽ ഇങ്ങനെ ആടിയിട്ട് താഴേക്ക് കയറ് പൊട്ടിയിട്ട് താഴേക്ക് വീണു. ഇദ്ദേഹം മരിച്ചില്ല. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ തൂക്കുകയറിൽ നിന്ന് ഇതുപോലെ അബദ്ധവശാൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അത് ദൈവഹിതം എന്നാണ് പറയുന്നത് അതിന്. മാത്രമല്ല ഇയാളെ പിന്നീട് തൂക്കിക്കൊല്ലുന്ന ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും, വിട്ടയക്കുകയും കൂടി ചെയ്യും. അപ്പോൾ ഇദ്ദേഹം ഈ റൈലിയേവ് അങ്ങനെ രക്ഷപ്പെട്ടു. ഇദ്ദേഹം അവിടെ നിന്ന് ഉറക്കെ അലറി, പുറത്തു വന്ന് ജനങ്ങളോട് ഉറക്കെ അങ്ങ് അലറി പറഞ്ഞു, നോക്കൂ, ഈ റഷ്യയുടെ ഭരണാധികാരിക്ക്, നമ്മുടെ റഷ്യക്ക് ഒരു നല്ല കയറ് പിരിക്കാൻ പോലും അറിയില്ല, പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. ഇത് ആളുകളൊക്കെ ആർപ്പ് വിളിച്ചു. ഇദ്ദേഹം അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ ദൂതൻ നേരെ നമ്മുടെ നിക്കോളാസ് ഒന്നാമൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ ഇങ്ങനെ സംഭവം തൂക്കയർന്ന് പൊട്ടി വീണു, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. അവൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ മരണശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് കടലാസൊക്കെ എടുത്ത് വിട്ടയക്കാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി പൂർത്തിയാക്കി. അവൻ ആ തൂക്കയർന്ന് രക്ഷപ്പെട്ടപ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു ഈ നിക്കോളാസ് ഒന്നാമൻ ചോദിച്ചു. അപ്പോൾ ഈ ദൂതൻ പറഞ്ഞു, അവൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആർത്ത് വിളിച്ചു പറഞ്ഞു, റഷ്യൻ ഭരണാധികാരിയുടെ അവസ്ഥ നോക്കൂ, റഷ്യക്ക് ഒരു കയറ് പോലും മര്യാദക്ക് നല്ലൊരു കയറ് പോലും പിരിച്ചുണ്ടാക്കാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് ആർത്ത് വിളിച്ചു, ജനങ്ങളൊക്കെ കൈയടിച്ചു എന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെ പറഞ്ഞല്ലേ, എന്നാൽ അത് ശരിയല്ല, നമുക്കതിന് പറ്റും, നല്ലൊരു കയറ് പിരിച്ചുണ്ടാക്കാൻ പറ്റും, വധശിക്ഷയൊക്കെ നന്നായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്ന് ഒന്ന് തെളിയിക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹം ആ കടലാസ് കീറിക്കളഞ്ഞ് റൈലിയേവിനെ വീണ്ടും വധശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. ഇതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ പറയുന്നത്, വാവിട്ട വാക്ക് അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല, വളരെ സൂക്ഷിച്ചു വേണം വാക്കുകൾ ഉപയോഗിക്കാനെന്ന്. ആവശ്യത്തിൽ കുറവ് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് ഈ കഥയിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല, നമ്മളിപ്പോൾ ഒരാളെ പരിഹസിക്കാൻ, തമാശയാക്കാനൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു താൽക്കാലിക സംതൃപ്തി മാത്രമാണ്. പക്ഷെ അതിന് നമ്മൾ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും.